നാട്ടുകാരെ ഭീതിയിലാക്കിയ പുലിയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം 7:30 പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടത്. പ്രദേശത്ത് 3 മാസത്തിനിടെ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് പുലി കൊന്നത്. തുടർന്ന് പ്രദേശവാസികൾ പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ മാസം 8-ാം തീയതി വനംവകുപ്പ് പ്രദേശത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായ ഉരുക്കളുടെ നഷ്ടത്തിൻ്റെ ഭാഗമായി ജനങ്ങളാകെ ആശങ്കയിലായിരുന്നു. നല്ലൊരു ഭാഗത്ത് CCTVയിലൊക്കെ പുലികൾ ദൃശ്യമാവുകയും വ്യാപകമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിക്കുകയും ഒക്കെ ചെയ്തു. വീണ്ടും നമുക്കറിയാം, ഈ പുലിയെ കൂട് വയ്ക്കാനുള്ള പ്രക്രിയ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ വലിയ പ്രക്രിയയാണ്. ഏതായാലും വനപാലകരെ തടയുന്നത് അടക്കമുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് കൂട് വയ്ക്കാൻ തീരുമാനമായത്. ഒന്നിലധികം പുലിയുണ്ട് എന്ന പ്രസിഡന്റിന്റെ വാദത്തെ ക്യാമറ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികളും പിന്തുണച്ചു. പുലി ഭീഷണിക്ക് താത്കാലിക അറുതിയായെങ്കിലും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടായാൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.